ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ബി ക്വിക്ക് റെസിപ്പീസ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയുമായിട്ടാണ്. ആവിയിൽ വേവിച്ച് തയ്യാറാക്കുന്ന ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് കറിയൊന്നും തന്നെ ആവശ്യമില്ല. വളരെ എളുപ്പമാണ് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ ഇതിനായിട്ട് ഒരു കപ്പ് റാഗിപ്പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഏത് കപ്പിലും നിങ്ങൾക്ക് ഇത് അളന്നെടുക്കാവുന്നതാണ്. റാഗിപ്പൊടി എടുക്കുന്ന അതേ കപ്പിൽ തന്നെ വെള്ളവും അളന്നെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഈ റാഗിപ്പൊടി ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം ചെറിയ ജീരകം ചേർക്കാം. ഇനി 2 ടേബിൾ സ്പൂൺ ചിരകിയ തേങ്ങ കൂടി ചേർക്കാം. ഇതിൻ്റെ ഒപ്പം തന്നെ 3/4 ടേബിൾ സ്പൂണോളം കുരുമുളക് ചേർക്കുകയാണ്. കുരുമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. കുരുമുളക് ചേർത്താൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇനി ഇതെല്ലാം കൂടി വെള്ളമൊന്നും ചേർക്കാതെ നല്ല സ്മൂത്തായിട്ടൊന്ന് അടിച്ചെടുത്ത് കൊണ്ടുവരാം. ഇത് കണ്ടില്ലേ, ഇങ്ങനെയാണ് കിട്ടേണ്ടത്. നല്ലൊരു സ്മെല്ലാണ് വരുന്നത്. ചെറിയ ജീരകത്തിൻ്റെയും കുരുമുളകിൻ്റെയൊക്കെ നല്ലൊരു സ്മെല്ല് തന്നെയാണ് വരുന്നത്. ഇതിനി നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഈ റാഗിപ്പൊടി കുഴച്ചെടുക്കാനായിട്ട് കുറച്ച് വെള്ളം തിളപ്പിച്ചെടുക്കണം. അതിനായിട്ട് ഞാനൊരു പാനിലേക്ക് റാഗിപ്പൊടി എടുത്തിരിക്കുന്ന അതേ കപ്പിൽ തന്നെ 1/4 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. ഒരു കപ്പ് റാഗിപ്പൊടിക്ക് 1/4 കപ്പ് വെള്ളം എന്ന കണക്കിലാണ് എടുക്കേണ്ടത്. ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർക്കാം. 1/2 ടീസ്പൂണോളം നെയ്യും കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. നെയ്യോ വെളിച്ചെണ്ണയോ ചേർത്താൽ നല്ലൊരു മയം കിട്ടും. ഇനി ഈ വെള്ളം നല്ലപോലെ വെട്ടി തിളപ്പിച്ചെടുക്കണം. വെള്ളം നല്ലപോലെ തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന റാഗിപ്പൊടി ഇതിലേക്ക് ചേർത്ത് കുഴച്ചെടുക്കുകയാണ് വേണ്ടത്. ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം വേണം റാഗിപ്പൊടി ചേർത്ത് കൊടുക്കാനായിട്ട്. അതിന് ശേഷം നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണം. വെള്ളം മുഴുവനായിട്ട് വറ്റിയതിന് ശേഷം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. നന്നായിട്ട് മിക്സ് ആയതിന് ശേഷം നമുക്കിതൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. നമ്മളിത് ആവിയിലാണ് വേവിച്ചെടുക്കുന്നതെന്ന് പറഞ്ഞല്ലോ. ആവിയിൽ വേവിച്ചെടുക്കാനുള്ള ഈ ഒരു പാത്രം ഞാൻ കുറച്ച് എണ്ണ തടവി മാറ്റി വയ്ക്കുകയാണ്. നമ്മൾ തിളച്ച വെള്ളത്തിൽ മിക്സ് ചെയ്ത് മാറ്റി വെച്ചിരുന്ന റാഗിപ്പൊടി ഉണ്ടല്ലോ, അത് ചൂടാറിയിട്ടുണ്ട്. വല്ലാതെ അങ്ങ് തണുത്ത് പോകേണ്ട ആവശ്യമില്ല. കൈകൊണ്ട് കുഴച്ചെടുക്കാവുന്ന ഒരു പാകമായാൽ നമുക്കിത് കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്ത് നല്ല സോഫ്റ്റ് മാവാക്കി എടുക്കാം. വല്ലാതെ അങ്ങ് തണുത്ത് പോയാൽ വല്ലാതെ ഡ്രൈ ആയി പോകും. അതുകൊണ്ട് തന്നെ ഇളം ചൂടോടുകൂടി വേണം ഇത് ചെയ്തെടുക്കാനായിട്ട്. ഇത് കണ്ടില്ലേ, നല്ല സോഫ്റ്റ് മാവായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. കയ്യിലൊന്നും ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കുകയൊന്നുമില്ല. ഇനി നമുക്കിത് കുഞ്ഞു ബോൾസാക്കി ഉരുട്ടിയെടുക്കുകയാണ് വേണ്ടത്. അഥവാ കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ കയ്യിൽ കുറച്ച് എണ്ണ തടവിയതിന് ശേഷം ഇതുപോലെ ഉരുട്ടിയെടുത്താൽ മതി. നമ്മൾ ചേർത്തിരിക്കുന്ന വെള്ളത്തിൻ്റെ അളവ് കറക്റ്റാണെങ്കിൽ ഒട്ടും തന്നെ കയ്യിൽ ഒട്ടിപ്പിടിക്കുകയൊന്നുമില്ല. അപ്പോൾ ഈ കുഞ്ഞു ബോൾസാക്കി ഉരുട്ടിയെടുത്തതിന് ശേഷം നമുക്ക് ആവി കയറ്റി എടുക്കാനുള്ള പാത്രത്തിലേക്ക് ഇത് വെച്ച് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വലുപ്പത്തിൽ ഇത് ഉരുട്ടിയെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഈ ഒരു വലുപ്പത്തിലാണ് ഉരുട്ടിയെടുത്തിരിക്കുന്നത്. മുഴുവനും ഇതുപോലെ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ആവി കയറ്റിയെടുക്കുകയാണ് വേണ്ടത്. ഒരു പാത്രത്തിൽ ഞാൻ വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് നമുക്ക് അതിന് മുകളിലേക്ക് വെച്ച് കൊടുക്കാം. ഒരു 4 മിനിറ്റ് ആവി കയറ്റിയെടുത്താൽ മതി. നമ്മൾ തിളച്ച വെള്ളത്തിൽ കുഴച്ചെടുത്തിരിക്കുന്നതുകൊണ്ട് തന്നെ ഇത് ഓൾറെഡി വെന്തതാണ്. അപ്പോൾ 4 മിനിറ്റ് ആവി കയറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. ഇത് കണ്ടില്ലേ, എത്രമാത്രം സോഫ്റ്റാണെന്ന് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാകും. കണ്ടില്ലേ, അരിപ്പൊടി കൊണ്ടൊക്കെ നമ്മൾ ആവിയിൽ വേവിച്ച് ഇതുപോലെ കൊഴുക്കട്ട ഉണ്ടാക്കിയെടുക്കാറുണ്ട്. റാഗിപ്പൊടി കൊണ്ട് നിങ്ങൾ ഇതുവരെ ഇതുപോലെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. നമ്മൾ ചെറിയ ജീരകവും കുരുമുളകും ഒക്കെ ചേർത്തിരിക്കുന്നതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റുമാണ് ഇത് കഴിക്കാനായിട്ട്. ഞാനിതിലേക്ക് ഒരു വറവും കൂടി ചേർക്കുന്നുണ്ട്. അതിനായിട്ട് ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം കുറച്ച് കടുകിട്ട് ഒന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2-3 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തൊന്ന് മൂപ്പിച്ചെടുക്കുകയാണ്. ഇതൊന്ന് മൂത്ത് വന്നതിന് ശേഷം ഇതിലേക്ക് 3-4 ടേബിൾ സ്പൂൺ ചിരകിയ തേങ്ങ കൂടി ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഈ തേങ്ങ വല്ലാതെ അങ്ങ് മൂത്ത് ബ്രൗൺ കളറായി വരേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിൻ്റെ വെള്ളത്തിൻ്റെ അംശം ഒന്ന് മാറി കിട്ടിയാൽ മതി. ഈ തേങ്ങയ്ക്ക് ആവശ്യമായ 2 നുള്ള് ഉപ്പും കൂടി ഈ സമയത്ത് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. തേങ്ങ ചേർത്ത് ഒരു 30 സെക്കൻഡ് ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവിയിൽ വേവിച്ച് ചൂടാറാനായിട്ട് മാറ്റി വെച്ചിരിക്കുന്ന റാഗി ബോൾസ് ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. എല്ലാ റാഗി ബോൾസും തേങ്ങയിലൊന്ന് കോട്ടായി വന്നതിന് ശേഷം നമുക്കിതൊരു ലോ ടു മീഡിയം ഫ്ലെയിമിലാക്കി വെച്ച് 1 മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കാം. ഞാനിത് അടച്ചു വെച്ചിട്ട് ഏകദേശം 1 മിനിറ്റോളം ആയിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ആവി കയറി വന്നിട്ടുണ്ട്. ഇത്രയും മതി. നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള റാഗി കൊഴുക്കട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. നിങ്ങൾ ഇതുവരെ ഇതുപോലെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. വളരെ എളുപ്പമല്ലേ തയ്യാറാക്കാനായിട്ട്.
വെളിച്ചെണ്ണയിൽ കടുക് വറുത്തിടാൻ ഇഷ്ടമില്ലാത്തവർക്ക് അത് ഒഴിവാക്കാവുന്നതാണ്. അപ്പോൾ ഇതാ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് ബോക്സിൽ ഇടണേ. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാനും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു. ബൈ ബൈ.